ഫാസ്റ്റ് ആയിട്ടുള്ള വർക്ക് നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ രണ്ടാം നിലൻ്റെ മേലൊക്കെ മെറ്റീരിയൽസ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിലൊക്കെ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇത് പമ്പ് ചെയ്യുന്നത് വെള്ളം കൂട്ടിയിട്ടാണ് പമ്പ് ചെയ്യുന്നത് എന്നുള്ളത്. 70 മീറ്ററോളം അവർ പൈപ്പ് വെച്ച് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. രാവിലെ 7 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ 10 മണിയാകുമ്പോഴേക്ക് തീർന്നു. നമ്മൾ പിന്നെ 2 മണിക്ക് ബിരിയാണിക്ക് കാത്തിക്കണ്ട. മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20-25 ആളുകൾ വേണം. ചുരുങ്ങിയത് ഇത് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് എത്തിക്കാൻ. ഇതിപ്പോൾ അതൊന്നും വേണ്ട, വെറും 5 ആളുകൾ മാത്രം ഈ പൈപ്പ് അടിച്ചത്. ഇവർ ബിൽഡിങ്ങുകൾക്കാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ വീടുകളിലേക്ക് എത്തി. നമ്മൾ വ്യൂവേഴ്സിന് സാധാരണ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സംശയത്തിൻ്റെ പ്രൈസാണ്. അപ്പോൾ ഇത് ലാഭകരമാണോ, നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളിത് അവിടെ ഒരു പ്ലാന്റിൽ എത്തിയിരിക്കുകയാണ്. പ്ലാന്റിൽ വന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് തരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നമ്മളെ വ്യൂവേഴ്സിന് ഇത് അറിയണം, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് 600 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിന് ഒരു ലോഡ് മതി. അതായത് നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് മെറ്റീരിയലുകൾ എടുക്കുന്നത്. റെഡിമിക്സ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് വരാനുള്ള കാരണം കറക്റ്റ് ആയിട്ടുള്ള മിക്സിങ്. സൈറ്റിൽ വന്നിട്ട് ക്യൂബ് എടുക്കും കംപ്രസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ക്യൂബ് വന്നിട്ട് ക്യൂറിംഗിൽ വെക്കും നമ്മൾ. അതേ 4 ഇഞ്ച് തിക്നെസ്സിൽ നമുക്ക് 950 സ്ക്വയർ ഫീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയുടെ ഏറ്റവും വലിയൊരു സ്റ്റേജാണല്ലോ വീടിൻ്റെ കോൺക്രീറ്റിംഗ് അല്ലെങ്കിൽ വാർക്ക എന്ന് പറയുന്ന ദിവസം. അന്നത്തെ ദിവസം മൊത്തത്തിലൊരു തിരക്ക് പിടിച്ച ദിവസം തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വേണം വീടിൻ്റെ കോൺക്രീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. 2 ദിവസം മുമ്പ് തന്നെ പലകയടിച്ച് കമ്പിയൊക്കെ കെട്ടി റെഡിയാക്കി കോൺക്രീറ്റ് ദിവസം സിമെൻ്റൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കണം. അതിരാവിലെ തന്നെ വെള്ളം അറേഞ്ച് ചെയ്യണം, ആൾക്കാരെ വിളിക്കണം, ബന്ധുക്കളെ വിളിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ജഗപുക പരിപാടി. എന്നാൽ വളരെ വേഗത്തിലും വേസ്റ്റേജ് ഇല്ലാതെ ചിലവ് ചുരുക്കി വീടിൻ്റെ വർക്ക് 1-2 മണിക്കൂർ കൊണ്ടൊക്കെ കോൺക്രീറ്റ് തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് റെഡിമിക്സ് കൊണ്ടുള്ള കോൺക്രീറ്റിംഗ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് റെഡിമിക്സിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ്. എത്ര വേഗത്തിലാണ് ഇവിടുത്തെ വർക്ക് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും അതിൻ്റെ ഗുണങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ അതുമെല്ലാം നിങ്ങൾക്ക് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈറ്റിൽ വന്നിരിക്കുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൽ. ഇവിടെ പൈപ്പൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയൊക്കെ 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഇവിടെ പലകടി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ മേസ്ത്രി തന്നെ ഉണ്ട്. അവിടെ മേസ്ത്രി എന്താ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പലകടി കമ്പി കെട്ടലെല്ലാം റെഡി കഴിഞ്ഞു. കോൺക്രീറ്റ് വന്ന പെട്ടെന്ന് റെഡിയാവും അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ സാധാരണ രീതിയിൽ നിങ്ങൾ തന്നെ കുഴച്ച് പണിക്കാർ വന്ന് കയറ്റി അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്. ഇന്ന് ഒരു മാറ്റം അല്ലേ? റെഡിമിക്സിൽ മാറ്റം. കാരണം ഈ കുറഞ്ഞ സ്ഥലത്ത് റെഡിമിക്സിനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടാണ്. വഴിയും കാര്യങ്ങളൊക്കെ ചെറിയതായതുകൊണ്ട് ഈ ചെറിയ സൈറ്റിലേക്ക് അങ്ങനെ എത്തി. അത് മാത്രല്ല ഇത് പെട്ടെന്ന് തീരും ഈ പണി. തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടറിയാൻ കേട്ടോ അതിന്റെ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളല്ലേ. മിക്സിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്ന ലൂസ് സാധാരണ രീതിയിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറയണം, ഓ അങ്ങനെ കൂട്ടെ ഇങ്ങനെ കൂട്ടെ, ഇതിന് അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല, ടെൻഷൻ ഫ്രീ ആണ്. നമുക്ക് സാധനം ഇവിടെ വരും, നമ്മൾ ക്ലിയർ ആയിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നട്ടുച്ചക്ക് റൂഫ് ടോപ്പിൽ ഇരുന്ന് ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ അതിനെ തൊപ്പി വേണം, നല്ല വിയർക്കേണ്ടി വരും. ഇതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, എന്നെക്കാൾ വിയർത്ത് കുളിച്ചിട്ടുണ്ട് ഇവരെല്ലാം. എന്തായാലും ഈ സൈറ്റിലുള്ള വർക്ക് ഇതാ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതാ പൈപ്പ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പ് അവർ തന്നെ സെറ്റ് ചെയ്യും കേട്ടോ. അതിന് എൻഡിലുള്ള റബ്ബർ പൈപ്പാണ്, അത് മാത്രമേ ഇതുപോലെ ഫ്ലെക്സിബിൾ ആവുള്ളൂ. അതിലാണ് ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇത് പമ്പ് ചെയ്യുന്നത് വെള്ളം കൂട്ടിയിട്ടാണ് പമ്പ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ഈ പമ്പ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, വെള്ളം പോലെയാണ് വരുന്നതെങ്കിലും അത് കറക്റ്റ് കോൺക്രീറ്റ് തന്നെയാണ്, അത് കറക്റ്റ് മിക്സ് റേഷ്യോയിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. റേഷ്യോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ പമ്പ് ചെയ്യുമ്പോൾ അത് വെള്ളമേ അല്ല, അത് കറക്റ്റ് കോൺക്രീറ്റ് ആണ്. നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലാബേഴ്സ് കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫില്ല് ചെയ്ത ഏരിയ കറക്റ്റായിട്ട് വൈബ്രേഷൻ മെഷീൻ പിടിച്ചുകൊണ്ട് പോകണം. അതല്ലെങ്കിൽ അവർക്ക് നിർത്തി വെക്കാനൊക്കെ ഉള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഓരോ ഏരിയ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുന്നത് ബാക്കിൽ തന്നെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഈ പമ്പ് എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോകണം, കാരണം ഹെവിയാണ്. മെറ്റൽ പമ്പാണ് മോസ്റ്റ്ലി. ഈ മെറ്റൽ പമ്പ് മൂവ് ചെയ്യില്ല, റബ്ബർ വരുന്ന പോർഷൻ മാത്രമാണ് മൂവ് ചെയ്ത് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ ഈ കാണുന്ന ബീമാണ് ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബീമിൻ്റെ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ മെഷീൻ വെച്ചിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യും. അങ്ങനെ ഫാസ്റ്റായിട്ടുള്ള വർക്ക് നടക്കുമെന്നുള്ളതാണ്.
സാധാരണ രീതിയിൽ കോൺക്രീറ്റിങ്ങിന് സ്ലോ ആവാനുള്ള കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ 2 നില വീടാണ്, താഴേന്ന് ഇത് എടുത്തു കൊണ്ടുവരണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരുപാട് വീടുകളുടെ ഇടയ്ക്കുള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറച്ച് ദൂരെ ആയിരിക്കും. അപ്പോൾ 2ാം നിലൻ്റെ മേലേക്കൊക്കെ മെറ്റീരിയൽസ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനും കൂടെ ഇന്ന് എളുപ്പമാക്കുന്നതിനാണ് ഈ ഒരു റെഡിമിക്സ് സൗകര്യം വന്നിരിക്കുന്നത്. മുമ്പ് ബിൽഡിങ്ങുകൾക്കാണ് കൂടുതലായിട്ട് ഇത് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ വീടുകളിലേക്ക് എത്തി. ഞാനാകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോക്കേണ്ട, എന്തായാലും ഇത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഇന്ന് പോയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് 2ാം നിലയുടെ മേലെ ഇതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. ഏകദേശം പകുതി ആവാറായി. പക്ഷെ 10 മിനിറ്റ് കൊണ്ടാണ് ഇതായത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. നമ്മളിവിടെ ഹൗസ് ഓണർ ഷിനോജ ഉള്ളത്. ഷിനോജ്, ഈ ഒരു വീട് 2ാം നിലയാണല്ലേ ഇപ്പോൾ വാർക്കുന്നത്? 2ാം നിലയാണ്. വളരെ പെട്ടെന്ന് വാർത്ത തീർക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിത് ചെയ്തു തരാമെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ അവിടെ പോയപ്പോൾ ലാബ് വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഉള്ള നല്ല സിമൻ്റാണ് ഉപയോഗിക്കുന്നത്. അവരിവിടെ വന്നപ്പോൾ എന്താ വെച്ചാൽ മാനുവലായിട്ട് ഇടുന്നതിനേക്കാളും ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി തന്നെ പൈപ്പ് വെച്ച് അടിച്ചിട്ട് വളരെയധികം ചെയ്യുന്നില്ല രീതിയിൽ അവർ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കിയപ്പോൾ 1-2 വർക്ക് സൈറ്റിൽ ഞാൻ പോയും ചെയ്തു. അപ്പോൾ അതൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പം എനിക്കും തന്നെ ഒരു ആകാംക്ഷ തോന്നി. അങ്ങനെ അതല്ല, എനിക്ക് വേറെ കാര്യം ചോദിക്കണം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വീട്ടിലേക്ക് വണ്ടി വരാനുള്ള സൗകര്യം, വലിയ വണ്ടി വരില്ല അല്ലേ? തട്ടി നടത്താനുള്ള സൗകര്യം ഇല്ല ഇവിടെ. അതാണ് ഒന്നാമത്തെ കാരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി വന്ന് ഇവിടെ വന്നിട്ട് തട്ടി അത് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഈ റെഡിമിക്സിൽ. ഇവര് പമ്പ് റോട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും ദൂരം വണ്ടി സൗകര്യം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണ ഉണ്ടാവും ചില ആൾക്കാർക്ക്. തോന്നില്ലേ? ഇല്ല, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3-4 സൈറ്റ് എന്നോട് പറഞ്ഞു ഇത്ര 100 മീറ്റർ വരെ ദൂരത്തിൽ ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 1-2 സ്ഥലത്ത് എനിക്ക് കാട്ടി തന്നു ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്നാൽ വളരെ നല്ലതെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെതും ഏകദേശം വീട് മുതൽ ഈ ഇത് വരെ 60-70 മീറ്ററോളുണ്ട്. 70 മീറ്ററോളം അവർ പൈപ്പ് വെച്ച് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന് മുന്നേ ഞാൻ കണ്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ആത്മവിശ്വാസമാണ് എന്നെ ഇതിലേക്ക് ഒന്നാമത് നയിച്ചത് അല്ലേ. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ നെഗറ്റീവായിട്ട് പറയാറുണ്ട്. അങ്ങനെ നിങ്ങളോടും പറഞ്ഞില്ലേ ഇങ്ങനെ? അല്ല, അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അത് എന്തൊരു കാര്യത്തിനും 2 വർഷങ്ങളുണ്ടാവും. അതുകൊണ്ടാണ്. അല്ല പറഞ്ഞല്ലോ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ എല്ലാവരും വരുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഒരു മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20-25 ആളുകൾ വേണം. ചുരുങ്ങിയത് ഇത് ചെയ്ത് ഇതിനെ മുകളിലേക്ക് എത്തിക്കാൻ. ഇതിപ്പോൾ അതൊന്നും വേണ്ട. വെറും 5 ആളുകൾ മാത്രം ഈ പൈപ്പ് അടിച്ചത്. ഇവർ ഈ കാണുന്ന 5 ആളുകൾ മാത്രം പൈപ്പ് അടിച്ച് ഇതിന്റെ മുകളിലേക്ക് എത്തിക്കാം. നമുക്കിത് നിരത്തി ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഒരു ക്ലിയർ ആയിട്ട് അടിച്ച് കഴിയാം. 800 സ്ക്വയർ ഫീറ്റ് അടിച്ച് കഴിയാൻ കഴിയുന്നില്ല ഇതിലാണ് ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ഇത് ആവട്ടെ, നമുക്കൊന്ന് കാണാം. റെഡിമിക്സിന്റെ വർക്ക് ഇതാ ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതാ റൂഫ് ടോപ്പിലാണ് ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. കുറേ ആളുണ്ടല്ലോ ഇവിടെ. ഇതിൻ്റെ വർക്ക് ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് ഇവർ. ഇതിപ്പോൾ വർഷങ്ങളായി റെഡിമിക്സ് നാട്ടിൽ ഇറങ്ങിയിട്ട്, എന്നാലും വീടുകളിൽ അങ്ങനെ കണ്ടുവരാറില്ല. ഇപ്പോൾ ഇത് വീട്ടിലാണ് ചെയ്യുന്നത്. വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുമോ ഇത്? നമുക്ക് IHP ബിൽഡിംഗ് IHPക്ക് ചെയ്യാം, നമുക്ക് വലിയ വലിയ കമേഴ്ഷ്യൽ ചെയ്യാം, ചെറിയ വീടുകൾക്ക് നമുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. നമുക്ക് എല്ലാം ചെയ്യാം. വീടാകുമ്പോൾ പെട്ടെന്ന് തീരും അല്ലേ? 1-2 മണിക്കൂർ കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. പെട്ടെന്ന് തീരും. ഇപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് ആകെ ഉണ്ടാകുന്ന ഒരു സംശയം, ഇത് പെട്ടെന്ന് തീരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ 7 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ 10 മണിയാകുമ്പോഴേക്ക് തീർന്നു. നമ്മൾ പിന്നെ 2 മണിക്ക് ബിരിയാണിക്ക് കാത്തിക്കണ്ട, രാവിലെ തന്നെ ഓർഡർ ചെയ്ത് തീർക്കാം. ശരിക്ക് ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്പി കെട്ടുന്നത്, അതുപോലെ എല്ലാ വർക്കും ബാക്കിയുള്ള സെൻട്രിങ്ങിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ തൊട്ടടുത്ത ദിവസം നിങ്ങൾ ഇത് എത്തിക്കുക. അവിടെ മുതലാണ് നിങ്ങളുടെ പ്രോസസ്സ്. അതിന് മേലേക്ക് കയറ്റുന്ന പമ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യും. എല്ലാം സെറ്റ് ചെയ്യും. അത് ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യും. ഓക്കെ. നമ്മൾ വ്യൂവേഴ്സിന് സാധാരണ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന സംശയം ഇതിൻ്റെ പ്രൈസാണ്. അപ്പോൾ ഇത് ലാഭകരമാണോ? നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാധാരണ ലാബ് ഹൗസ് ഉണ്ട്, മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ റെഡിമിക്സ് ചൂസ് ചെയ്യണം? മൊത്തത്തിൽ ഫൈനലായിട്ട് നോക്കുമ്പോൾ ഇത് ലാഭമായിട്ട് വരാം. ഒന്ന് വന്നിട്ട്
ടൈം സേവിംഗ് ആണ്. അതെ അതെ, പെട്ടെന്ന് തീരും. രണ്ടാമത് വന്നിട്ട് ലേബർ അത്രയും ലേബർ മതി. സൈഡ് മിക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡംപ് ചെയ്യേണ്ടി വരും. മെറ്റൽ വേസ്റ്റേജ് വരും. ഇതിനകത്ത് മെറ്റൽ വേസ്റ്റേജ് ഇല്ല. ഇത് വളരെ പെട്ടെന്ന്. പിന്നെ സിമെന്റ് ആകുമ്പോൾ സിമെന്റ് സ്റ്റോറേജ് ചെയ്യേണ്ടി വരും. നമ്മൾ അതിനൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ആ സിമെന്റ് നമ്മൾ മിക്സറിനകത്ത് ഇടുമ്പോൾ മൊത്തത്തിൽ പോകില്ല സിമെന്റ്. അതെ, വേസ്റ്റേജ് കൂടും. വേസ്റ്റേജ് ഒന്നുമില്ല. ടോട്ടൽ വേസ്റ്റേജ്. സാധാരണ ഒരു വീടിന്റെ വാർക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ വീടിന് ചുറ്റും കാണാൻ കുറച്ച് മെറ്റൽ അവിടെ, കുറച്ച് മണൽ അവിടെ, സിമെന്റ് അവിടെ, അങ്ങനെ എല്ലാം പോകും. അതൊന്നും ഇതിൽ വരില്ല. എല്ലാം നിങ്ങൾ തന്നെ അതിരാവിലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. അത്രയും ടൈമാണ്. വീട്ടുകാരനെ രാവിലെ എണീറ്റ് സിമെന്റുകാരനെ വിളിച്ച് ഹലോ എവിടെ എത്തി അതിന്റെ ആവശ്യമില്ല. ഇതെല്ലാം ഫാസ്റ്റ് ആണ്. എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുന്നത്? ഡിസ്റ്റൻസിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ബട്ട് ഓവറോൾ വരുമ്പോൾ ലാഭം തന്നെയാണ്. പറഞ്ഞ പോലെ വേസ്റ്റേജ് ലേബർ ടൈം സേവിങ് ഇതെല്ലാം നോക്കുമ്പോൾ ക്വാളിറ്റി നോക്കുമ്പോഴും ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം ഇതിന്റെ ക്വാളിറ്റി ഉണ്ടോ, ഇത് വെള്ളം ഞാൻ ഇപ്പം തന്നെ കാണിച്ചു കൊടുത്തു. ആളുകൾ ഇത് വെള്ളമാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഡയറക്റ്റ് കാണിച്ചു കൊടുത്തു. അങ്ങനെയൊന്നും അല്ല. ഇതിന്റെ നിങ്ങൾ ഈ ചെയ്യുന്ന ഇപ്പോൾ നിങ്ങളുടെ ഒരു ബെസ്റ്റ് റെഡിമിക്സ് എന്നുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അത് പമ്പ് ചെയ്യല്ലാതെ അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നുണ്ടോ? എന്തൊക്കെ ഫെസിലിറ്റി എക്സ്ട്രാ ചെയ്യും? നമുക്കൊരു സൈറ്റ് എഞ്ചിനീയർ എന്തായാലും സൈറ്റിലുണ്ടാവും. അതുകൂടാതെ കസ്റ്റമർ സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. വർക്ക് കഴിഞ്ഞതിന്റെ ശേഷം നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റീഫിനിഷിങ്ങിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ നല്ല വേനൽക്കാലം ടാർപ്പായി നമ്മൾ അതിന് മുകളിൽ ഇടും. അതായത് വാർക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തൊട്ടടുത്ത ദിവസം നിങ്ങൾ പോയി നോക്കുന്നുണ്ടോ? കാരണം അതാണല്ലോ മെയിൻ ദിവസം. അല്ല, ഇപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ CSG വരും, സൈറ്റിൽ നോക്കും, ബണ്ട് കെട്ടി വെള്ളം നിർത്തിയുണ്ടോ. അതേപോലെ നമ്മൾ ക്യൂബ് കാസ്റ്റ് ചെയ്യും. ആ ക്യൂബ് വന്ന് കറക്റ്റായിട്ട് വെള്ളത്തിൽ വെപ്പിക്കും. അതായത് ഇവിടെ നിന്നുള്ള ടെസ്റ്റ് ചെയ്യാനുള്ള ഇവിടുത്തെ ഈ ഒരു റെഡിമിക്സ് തന്നെ എടുത്ത് ഒരു ടെസ്റ്റിന് നിങ്ങൾ കൊണ്ടുപോകും. അല്ല, നമ്മൾ വന്നിട്ട് നമ്മുടെ ഡ്രൈവർ വന്നിട്ട് ആ ക്യൂബ് അഴിക്കും. അഴിച്ചതിന് ശേഷം നമ്മൾ കസ്റ്റമറിന് ക്യൂബ് കൊടുക്കും. അപ്പോൾ നമ്മൾ CSG വന്നിട്ട് ആ ക്യൂബ് വെള്ളത്തിൽ ഒപ്പിക്കും അല്ലേ? അപ്പോൾ ഈ വീട്ടിലേക്ക് മെറ്റീരിയൽ കൊണ്ടുവരാനൊന്നും സ്ഥല സൗകര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വളരെ വലിയ പൈപ്പ് ഞാൻ കണ്ടു, ഒരു 100 മീറ്ററിന് അടുത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിലും കൂടുതൽ ദൂരം ഉള്ളത് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെയ്യാറുണ്ട്. എത്ര മീറ്റർ എത്തിക്കാൻ പറ്റും? അതെ, ഡിസ്റ്റൻസിനനുസരിച്ച് അല്ലേ? 2 പമ്പ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. 2 പമ്പ് വെച്ചിട്ട് ഇവിടുന്ന് വേറെ പമ്പിലേക്ക് അടിച്ചിട്ട് അവിടുന്ന് പിന്നെ ആ പമ്പ് വഴി അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഇവര് ഇപ്പൊ ചെയ്യുന്ന ഒരു വീടാണ്. ഇവര് ചെറിയ ടീം അല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ഇത് ഏരിയ കവറായി. അപ്പൊ ഇനി 2 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂറിൽ മാക്സിമം 2 മണിക്കൂറിൽ ഇത് ഫിനിഷ് ആവും. കാരണം നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അത്ര ഫിനിഷ് ആയെങ്കിൽ ഇത് തീർക്കാൻ ഒരു 30 മിനിറ്റ് മതി. പക്ഷെ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി ഓരോ ട്രിപ്പായിട്ട് ലോഡിങ് അൺലോഡിങ് ഇങ്ങനത്തെ ഒരു വരുന്നതുകൊണ്ടാണ് 2 മണിക്കൂർ. നമുക്ക് നിങ്ങളുടെ കമ്പനിയിൽ പോയിട്ട് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് അവസരം ഉണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് സന്തോഷമുള്ള കമ്പനിയിലൊന്ന് പോയാലോന്നാ? റെഡിയാ? ഒരു പ്രശ്നമില്ല. ഞാൻ അവിടെ ഉള്ള എല്ലാം ചെക്ക് ചെയ്യും. നമ്മളിത് ബെസ്റ്റ് റെഡിമിക്സിന്റെ പ്ലാന്റിൽ എത്തിയിരിക്കുകയാണ്. പ്ലാന്റിൽ വന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് തരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമ്മളെ വ്യൂവേഴ്സിന് ഇത് അറിയണം, ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളുള്ളത് നിങ്ങൾക്ക് കുറെ പ്ലാന്റ് ഉണ്ട്. ഇവിടെ കോട്ടക്കലുള്ള പ്ലാന്റിലാണ് ഉള്ളത് അല്ലേ? കോട്ടക്കൽ പ്ലാന്റ്. വേറെ എവിടെയൊക്കെ ഉണ്ട് പ്ലാന്റുകൾ? നമുക്ക് മുണ്ടൂരുണ്ട്, തൃശ്ശൂര്, പിന്നെ വള്ളൂനാട്, ഒറ്റപ്പാലത്ത്, കോഴിക്കോടുണ്ട്, ബാലുശ്ശേരിയില്, കണ്ണൂർ മൂര്യാടിലുണ്ട്, അങ്കമാലി എറണാകുളത്തിലുണ്ട്. കേരളം എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? കേരളത്തിന്റെ എല്ലാ ഭാഗത്തും പ്ലാൻ ഉണ്ട്. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ നമ്മുടെ വ്യൂവേഴ്സിന് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരും. അതുപോലെ ക്വാളിറ്റി ടെസ്റ്റും കാണിച്ചു തരാൻ പറ്റും. ഉറപ്പായിട്ടും ക്വാളിറ്റി ലാബിൽ കയറി ചെക്ക് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. വെൽക്കം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി നോക്കാം. നമ്മളിവിടെ ആദ്യം കുറെ മെറ്റീരിയൽസ് ഇറക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് സാധനങ്ങൾ ഈ ഒരു റെഡിമിക്സ് റെഡി ആക്കണമെങ്കിൽ സിമെന്റ് എന്തായാലും വേണം. പിന്നെ എംസാൻഡ്, പിന്നെ എന്തൊക്കെയാണ് അതിനകത്ത്? പിന്നെ നമുക്ക് കോഴ്സ് ഗ്രേഡ് ഉണ്ട്. കോഴ്സ് ഗ്രേഡ് 2 ഉണ്ട്. 1/2 ഇഞ്ചും ഉണ്ട്, അതുപോലെ 3/4 ഉണ്ട്. 3/4 ഇഞ്ച്, 1/2 ഇഞ്ച് നമ്മുടെ ബേബി മെറ്റൽ 12.5 mm, 3/4 20 mm ആണ്. രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 60-40 പ്രൊപ്പോർഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 60% വന്നിട്ട് നമ്മൾ 20 mm ആണ്, 40% വന്നിട്ട് 12.5 mm ആണ്. ഓക്കെ, ഇത് അനുപാതത്തിൽ മിക്സ് ചെയ്യണം അല്ലേ? അല്ലാതെ ഇത് കറക്റ്റ് മെഷീനറികൾ, അതായത് നിങ്ങൾക്ക് ഓരോ കൂട്ടിനും കറക്റ്റ് ആയിട്ടുള്ള അളവുകൾ ഉണ്ടാവും. എക്സാക്ട്. നമുക്ക് ഡിസൈൻ ഉണ്ട്, മിക്സ് ഡിസൈൻ ഉണ്ട്. IS 10262 പ്രകാരം നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമെന്റ് എത്ര, വെള്ളം എത്ര, അഡ്മിഷൻ എത്ര, 2012 എത്ര, എംസാൻഡിന്റെ ക്വാണ്ടിറ്റി എല്ലാം ആ ഡിസൈൻ അനുസരിച്ചാണ്.
ആ ഡിസൈൻ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ. ആദ്യം ഇതൊക്കെ റെഡി ആക്കിയിട്ടേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എക്സാക്ട്ലി. ഇനി ഇവിടേക്ക് നമുക്ക് കാണാൻ പറ്റുമോ ഇത് മിക്സിങ് കാര്യങ്ങളൊക്കെ? പ്ലീസ് വരൂ. ഓക്കെ. ഈ JCB വഴി നമ്മൾ അഗ്രിഗേറ്റ് ഹോപ്പറിനകത്ത് ഇടും. ഹോപ്പറിനകത്ത് ഇട്ടു. എന്നിട്ട് ഹോപ്പറിന് നേരെ വന്നിട്ട് ഈ കൺവെയർ ബെൽറ്റ് വഴി നേരെ ബിന്നിലേക്ക് പോകും. ബിന്നിനകത്ത് 4 സെക്ഷനാണ്. 2 20mm, ഒരു 12, ഒരു എംസാൻഡിന്റെ സെക്ഷനാണ്. ബിന്നിൽ നിന്ന് വന്നിട്ട് നേരെ വന്നിട്ട് താഴത്ത് അവിടെ കമാൻഡ് കൊടുക്കും. നമ്മള് ബാച്ചിങ് പ്ലാന്റില് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വഴി നേരെ ബക്കറ്റിലേക്ക് വീഴും. ഇപ്പൊ ബക്കറ്റ് വരുന്നുണ്ട്. ഈ ബക്കറ്റിനകത്ത് വന്നിട്ട് നമ്മൾ ബാച്ച് ചെയ്ത 20mm, 12mm, എംസാൻഡ് ഈ 3 കോഴ്സ് അഗ്രിഗേറ്റ് നമുക്ക് ഇതിനകത്ത് കാണാം. ആൻഡ് ടോട്ടൽ വന്നിട്ട് ഇവിടെ ഗേറ്റ് ഓപ്പൺ ആയിട്ട് ഈ മിക്സറിനകത്താണ് എല്ലാം ഡംപ് ആവാം. അങ്ങനെ 22 എംസാൻഡ് മിക്സറിനകത്ത് വന്നിട്ട് മൊത്തം ഡംപ് ആവും. ഇത് പ്രൊസീജിയർ. ഇതിനകത്താണ് മിക്സിംഗ് നടക്കുന്നത്. മിക്സിംഗ് ഇതിനകത്ത് നടക്കുന്നത്. ഇത് 1 mq പാൻ മിക്സറാണ്. ഇതിനകത്ത് മിക്സിംഗ് നടക്കുന്നത്. ഇത് നേരെ വണ്ടിയിലേക്ക് പോകുമ്പോൾ ഈ കാണുന്ന ഏരിയയിൽ മൊത്തം ഇതിന്റെ ഓരോ മെഷീനറികളാണ്. എക്സാക്ട്ലി. നിങ്ങൾ അവിടെ കാണുന്ന അഡ്മിഷൻ ആണ്. ഞാൻ പറഞ്ഞ റിട്ടാർഡർ അഡ്മിഷൻ ഇതാണ്. ഇത് റിട്ടാർഡർ കം വാട്ടർ ഡീസലാണ്. സൂപ്പർ പ്ലാസ്റ്റേഴ്സാണ്. ഇതാണ് ഇതിനകത്ത് വെച്ചിട്ട് ഇതുകൂടെ മിക്സർ വരുന്നുണ്ട്. ഇത് കൂടി മിക്സ് ചെയ്യും. ഇത് വെള്ളം റെഡ്യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്ത്. ഓക്കെ. അതെന്താന്ന് ഞാൻ ക്ലിയർലി പറയാം. കാരണം ഈ സൗണ്ട് കാര്യങ്ങളൊക്കെ ഭയങ്കരമാണ് ഇവിടെ. നമുക്ക് അതിന്റെ കാര്യങ്ങൾ താഴ്ന്ന് സംസാരിക്കാം. അപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ സൈഡിലേക്ക് പോകും. ഇതിനകത്ത് എത്ര കൊള്ളും എന്നുള്ളൊരു ഒരു വീടിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നിശ്ചിത അളവ് മതി ഒരു വാഹനത്തിൽ. അല്ലെങ്കിൽ ഇത് അളവ് എത്രയാണ് ഇതിന്റെ? നമുക്ക് വന്നിട്ട് 6 mq കോൺക്രീറ്റ് ഉണ്ട്. 6 mq കോൺക്രീറ്റ് ആകുമ്പോൾ നമുക്ക് 4 ഇഞ്ച് തിക്നെസ് ആകുമ്പോൾ ഒരു 600 സ്ക്വയർ ഫീറ്റ് വരെയും നമുക്ക് മുകളിലേക്ക് കയറും. 600 സ്ക്വയർ ഫീറ്റ് വരെയും മുകളിൽ. അത് 4 ഇഞ്ച് തിക്നെസ്സിലാട്ടോ. 4 ഇഞ്ച് തിക്നെസ്സിൽ. അതായത് 600 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടിന് ഒരു ലോഡ് മതി. ഒരു ലോഡ് മതി. ഒരു 6 mq ലോഡ് മതി. പിന്നെ നമുക്ക് വന്നിട്ട് 10 mq വണ്ടി ഉണ്ട്. 10 mq വണ്ടി അതേ 4 ഇഞ്ച് തിക്നെസ്സിൽ നമുക്ക് 950 സ്ക്വയർ ഫീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ റെഡി മിക്സിലേക്കുള്ള സിമെന്റ് ഇതിൽ വരുന്നത് ഞാൻ ചോദിച്ചിരുന്നു. അല്ലെ, ഈ ഭാഗത്താണ് സിമെന്റ് സ്റ്റോർ ചെയ്യുന്നത്. സിമെന്റ് നമുക്ക് സിമെന്റ് വരുന്നത് ഈ ഒരു ബൾക്കറിലാണ് സിമെന്റ് വരാ. ബൾക്കർ വഴി നമ്മൾ മുകളില് സിമെന്റ് സൈലോസ് ഉണ്ട്. ഇത് സിമെന്റ് സൈലോ ആണത്. ഈ ബൾക്കർ വഴി സൈലോക്ക് നമ്മൾ മുകളിലേക്ക് കയറ്റും. പമ്പ് ചെയ്ത്. ഇതിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, സാധാരണ നമ്മളൊരു കോൺക്രീറ്റിന് സിമെന്റ് ചാക്കുകൾ പാക്കറ്റുകളാണ് വരിക. 50 kg ആണ്. 50 kgയുടെ സിമെന്റ് പാക്കറ്റുകളാണ് വരിക. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ പൗഡർ പോലെ തന്നെയാണ് കൊണ്ടുവരിക. നമുക്ക് ലൂസ് സിമെന്റ് ഫാക്ടറി തന്നെ ലൂസ് സിമെന്റ് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ കംപ്രസർ വഴി മുകളിലേക്ക് കയറ്റും നമ്മൾ. അതായത് നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ആണ് മെറ്റീരിയലുകൾ എടുക്കുന്നത്. അപ്പൊ എല്ലാ ബ്രാൻഡിലും ഇപ്പൊ എന്റെ വീടിന്റെ കോൺക്രീറ്റിന് എനിക്ക് പർട്ടിക്കുലർ സിമെന്റ് കമ്പനിയുടെ പ്രൊഡക്റ്റ് മതിയെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ബ്രാൻഡഡ് സിമെന്റ്സ് ആണ്. ഓക്കെ. അപ്പൊ ഒരു പെർട്ടിക്കുലർ സിമെന്റ് വന്നിട്ട് കസ്റ്റമറിന് വേണം. അത് ബ്രാൻഡഡ് സിമെന്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ ഒരു കുഴപ്പമില്ല. കമ്പനിയായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി കണക്റ്റഡ് ആണ്. എല്ലാ കണക്റ്റഡ് ടൈപ്പ് ആണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടുന്ന് പ്രൊഡക്റ്റുകൾ കിട്ടും. അതെ, അത് സ്ട്രെങ്ത് കിട്ടുന്ന സിമെന്റ് ആണ്. ബ്രാൻഡഡ് സിമെന്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ ഒരു കുഴപ്പമില്ല. ഡേറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. നേരിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലെ. നമ്മൾ പാക്കറ്റഡ് ആവുമ്പോ കുറച്ച് നേരെയുള്ള പ്രൊഡക്റ്റ് എല്ലാ ബ്രാൻഡായിട്ടും കിട്ടും. പ്രൊഡക്റ്റ് കിട്ടും. ഇതുപോലുള്ള ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ അവരിത് കാണുന്നില്ല. അവർക്ക് കൂടെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് ഈ വെയിലത്താണെങ്കിലും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ കൂടെ കഷ്ടപ്പെടുത്തി ഈ ഒരു കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് സാധാരണ ഉണ്ടാവുന്ന സംശയം, ഇത് പ്രോഫിറ്റബിൾ ആണോ എന്ന്. സാധാരണ നമ്മൾ വീട്ടിനകത്ത് ഒരു കോൺക്രീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി ഡേ ആണ് അല്ലേ. കോൺക്രീറ്റ് കഴിഞ്ഞു, അത് ബിരിയാണി കൊടുത്ത് പിരിച്ചുണ്ട്. ആ ഒരു സംഭവം നിങ്ങൾ പെട്ടെന്ന് തീർക്കുകയാണ്. ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് കോൺക്രീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? നമുക്കൊരു 10 mq മതി. 10-12 mq മതി ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആകുമ്പോ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരു 1.5 മണിക്കൂർ നമുക്ക് ഫിനിഷ് ചെയ്യാം. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഫിനിഷ് ചെയ്താൽ ബിരിയാണി എപ്പം വെക്കുമോ? രാവിലെ കഞ്ഞി കുടിച്ച് പോകേണ്ടി വരും. അപ്പൊ അത്രയും ഫാസ്റ്റ് ആണ്. അതെ. ടൈം സേവിംഗ് ആണ്. ടൈം സേവിംഗ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ലേബർ, അതെ, ബാക്കി അതേപോലെ തന്നെ മെറ്റീരിയൽ സ്റ്റോറേജിന്റെ ആവശ്യമില്ല സൈറ്റില്. റെഡിമിക്സ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് വരാനുള്ള കാരണം കറക്റ്റ് ആയിട്ടുള്ള മിക്സിംഗ്. ലേബേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ പല കോട്ടും ഓരോ സെറ്റും വേറെ വേറെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഇവിടെ നികത്തുകയാണ്. ഇതിന്റെ മിക്സിംഗ് റേഷ്യോ നിങ്ങൾ കറക്റ്റ് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിന് ആനുപാതികമായിട്ടുള്ള മിക്സിംഗ് അവിടെ നടക്കുന്നു. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോ ബാച്ചിങ് ആണ്. മാനുവൽ ആയിട്ട് ഒന്നുമില്ല. പിന്നെ സൈറ്റിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം മാത്രം നമ്മൾ ഒഴിക്കുക.
അപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വന്നിട്ട് അഡ്മിഷൻ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതൊരു സ്ട്രെങ്ത് അഡ്വാൻറ്റേജ് ഉണ്ട്. വാട്ടർ സിമെന്റ് റേഷ്യോ കുറയ്ക്കാൻ കഴിയുന്നത് കൊണ്ട്. സോ ഈ പാരാമീറ്റേഴ്സ് എല്ലാം വന്നിട്ട് നമുക്ക് സ്ട്രെങ്ത്തിന് ഗുണകരമാണ്. എന്നാലും നമ്മുടെ വ്യൂവേഴ്സിന് ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പൊ ദൂരത്തിനനുസരിച്ച് ഇപ്പൊ എറണാകുളം പ്ലാന്റിൽ നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തുന്നു, അടുത്ത വീട് വരുന്നത് കോട്ടയത്താണ്. കോട്ടയത്തേക്ക് എത്തുമ്പോൾ ഉള്ള ആ ഡിസ്റ്റൻസ് അതിനകത്ത് ഇത് സെറ്റ് ആവുമോ എന്നുള്ള ഒരു പേടിയില്ലേ? ഇല്ല, സെറ്റ് ആവില്ല. സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിട്ടാർഡർ യൂസ് ചെയ്യുന്നത്. റിട്ടാർഡർ വന്നിട്ട് നമുക്ക് റിട്ടാർഡേഷൻ ചെയ്യാൻ പറ്റും. അത് ഡോസേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ വളരെ അടുത്താങ്കിൽ അതിനനുസരിച്ച് ഒരു ഡോസേജ് ഉണ്ടാവും, ദൂരത്താകുമ്പോൾ വേറെ ഡോസേജ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെഡിമിക്സിന്റെ വാഹനം പോകുമ്പോ കറക്കി കൊണ്ടേ പോവാ അല്ലെ? അതൊരിക്കലും സെറ്റ് ആവരുത് എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ, ഇനി സാധാരണക്കാരല്ല നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവുന്ന ഒരു ചെറിയ ചർച്ച ഞാൻ പറഞ്ഞു. റെഡിമിക്സ് എന്ന് പറയുമ്പോൾ അത് വെള്ളമാക്കിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്, പിന്നീടാണ് സെറ്റ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുല അല്ല എന്നൊക്കെ. ശരിക്കും അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടോ അതിനകത്ത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് റോങ് ഇൻഫർമേഷൻ ആണ്. പമ്പ് ചെയ്യുന്നത് വെള്ളമല്ലേ സാധാരണ പമ്പ് ചെയ്യാന്ന് പറഞ്ഞ? അല്ലല്ല, മിക്സ് വന്നിട്ട് അത്രയും കോസീവ് ആയിരിക്കും. നമുക്കൊരു സൈഡ് മിക്സിൽ കാണുന്ന പോലെയല്ല. ഇത് സൈഡ് മിക്സിന് വാട്ടർ അഡീഷൻ ഒരു കൺട്രോൾ ഇല്ല. അതെല്ലാം കൺട്രോൾ ആണ്. പിന്നെ ഈ അഡ്മിഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വെള്ളം ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് കുറയ്ക്കാം. അതിന്റെ യൂണിഫോം മിക്സിങ് ആയതുകൊണ്ട് നമുക്ക് സൈറ്റിൽ വന്നിട്ട് നല്ലൊരു മിക്സ് ആണ് നമുക്ക് കിട്ടൂല്ലേ? അപ്പൊ ആ ഒരു ടെൻഷൻ വേണ്ട. 2 or 3 വണ്ടിയിൽ വന്നാലും ഒരേ ക്വാളിറ്റിയുള്ള ആദ്യത്തെ വണ്ടിയിൽ എങ്ങനെയാണോ കോൺക്രീറ്റ് നമ്മുടെ സൈറ്റിലേക്ക് ഇട്ടത് അതേ ക്വാളിറ്റി അതേ ഈക്വൽ വാല്യൂ അല്ലേ? അതേ സ്ട്രക്ചറിലുള്ള കോൺക്രീറ്റിന്റെ 3ാമത്തെ 10ാമത്തെ വണ്ടി വന്നാലും കിട്ടും. കാരണം അതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അതിലൊരു ടെൻഷൻ വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന തെറ്റിദ്ധാരണകളാണ് അതെല്ലാം മിഥ്യയാണ്. യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂല് ഫുൾ കോൺക്രീറ്റ് 0 to 1000 എത്രയാണ് പോകുന്നത് എല്ലാം ഒരേ യൂണിഫോം ആയിട്ട് പോവാം കിട്ടും. ഇപ്പൊ ഇതാണ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലെ? ഇവിടെ മെഷീനറികൾ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാങ്ക് എന്തുകൊണ്ട് നിങ്ങൾ ടാങ്ക് ഇങ്ങനെ ചെയ്യുന്നു? നമുക്ക് സൈറ്റിൽ വന്നിട്ട് ക്യൂബ് എടുക്കും കംപ്രസർ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ക്യൂബ് വന്നിട്ട് ക്യൂറിംഗിൽ വെക്കും നമ്മള്. അതിന് വേണ്ടിയിട്ടാണ്. അതാണ്. ഓക്കെ, ഈ ടാങ്ക് ഇതിനകത്തൊക്കെ കുറെ ബോക്സുകൾ കാണുന്നുണ്ടല്ലോ. ഇത് ക്യൂബാണ്, എല്ലാം ക്യൂബാണ്. അതായത് ഡേറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഇതിനകത്ത്? അതെ അതെ അതെ. കസ്റ്റമർ നമ്മൾ ഡെലിവറി ചെയ്യുന്ന എല്ലാ സൈറ്റിലും നമ്മൾ ഇതുപോലെ ക്യൂബുകൾ കളക്ട് ചെയ്യും. അത് നേരെ ഇവിടെ ഇതിനകത്ത് എത്ര ദിവസം വെക്കുന്നുണ്ട്? ഇത് 7 days വെക്കും. 7 days. അത് കഴിഞ്ഞ് പിന്നെ 20 days ചെക്ക് ചെയ്യും. 20 days ചെക്ക് ചെയ്യും. ഓക്കെ. ഇതുപോലെ തന്നെ ക്യൂബുകൾ കസ്റ്റമർക്കും എടുത്തു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉണ്ട്. കസ്റ്റമർക്ക് പിന്നെ സൈറ്റിൽ ഞങ്ങളുടെ ടെസ്റ്റിംഗ് അല്ല, പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് ക്യൂബ് നമ്മൾ കാസ്റ്റ് ചെയ്ത് സൈറ്റിൽ വെച്ച് കൊടുക്കും. ആ ക്യൂബ് അവർക്ക് പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്ത് പുറമേ ഉള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയല്ലാതെ ഇവിടെ, കാരണം നമ്മളിവിടെ വന്നിരുന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം ഇവരുടെ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ ഇതൊക്കെ ഓരോ സൈറ്റിലത്തെ ഡേറ്റും നമ്പറും വെച്ചിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ഡേറ്റ്, പേര്. അതായത് ഈ പേര് ഈ ഡേറ്റിൽ ഇവിടെ ഉണ്ടാവും പ്രൊഡക്റ്റ്. ഇത് നേരെ ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ചെക്ക് ചെയ്യാം. ഇതൊന്ന് ചെക്ക് ചെയ്തേ. 2000 kN വരെ കമ്പസ്റ്ററി സ്ട്രെങ്ത് അറിയാൻ പോകുന്ന മെഷീനാണ്. ഇതിനകത്താണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? വേറെ എന്തൊക്കെയാ? ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ക്യൂബ് നമ്മൾ വെക്കുന്നു. പിന്നെ എന്തുണ്ട്, കാസ്റ്റിംഗ് ഏരിയ വന്നിട്ട് എപ്പോഴും മുകളിലുണ്ടാകുമ്പോൾ താഴെ ഉണ്ടാകുമ്പോൾ സൈഡിലായിരിക്കണം കാസ്റ്റിംഗ് ഏരിയ. ക്യൂബ് കാസ്റ്റിംഗ് ഏരിയ. അപ്പോഴാണ് യൂണിഫോം ആയിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ആവുക. മെഷീനകത്ത് വെക്കുന്നു. മെഷീൻ വെച്ചിട്ട് ഫുൾ ടൈറ്റ് ആക്കണം. ഇത് വെച്ച് ടൈറ്റ് ആക്കിയിട്ട് ദെൻ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഇതും ടൈറ്റ് ആക്കിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യും. നമ്മൾ ഓൺ ചെയ്തോളൂ. ഇതിന്റെ സ്ട്രെങ്ത്. ഓക്കെ, ഇവിടെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2000 ആണ് മാക്സിമം റേഞ്ച് അല്ലേ? അതിന് കമ്പസ്റ്ററി സ്ട്രെങ്ത് നമ്മൾ മുമ്പ് പല ബ്ലോക്കുകളും ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെങ്കല്ലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്തായാലും കോൺക്രീറ്റ് ആണ്. അതിന്റെ മേലേക്ക് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. കവർ ആയിക്കോ ഒരു 400 കഴിഞ്ഞു. സാധാരണ കോൺക്രീറ്റിന് എത്ര വേണം സ്ട്രെങ്ത്? ഇത് ഞങ്ങളുടെ M60 കോൺക്രീറ്റിൻ്റെ ക്യൂബാണ്. റീസെൻ്റ്ലി ഞങ്ങൾ M60 കോൺക്രീറ്റിൻ്റെ ട്രയൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൽക്കോഫൈൻ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണത്. നിലവിൽ ഞങ്ങൾക്ക് M60 കോൺക്രീറ്റിന് റിക്വയർമെൻറ്റ് ഇല്ല, എവിടെയും റിക്വയർമെൻറ്റ് ഇല്ല. പക്ഷേ ഭാവിയിൽ വന്നേക്കാം. സോ വി ആർ ജസ്റ്റ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അതാണ്. ഓക്കേടാ. 1500 ആയപ്പോ ഇത് ബ്രേക്ക് ആയി തീർന്നു അല്ലേ? 1500 വരെ എത്തി. അപ്പൊ ഇതുപോലെ ഓരോ സൈറ്റിലെയും ബ്ലോക്കുകൾ നിങ്ങൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യും അല്ലേ? അതിന്റെ സ്ട്രെങ്ത് അവർക്ക് അറിയാൻ താല്പര്യം ഇല്ലെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന് അത് ചെക്ക് ചെയ്യും. ഇത് ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി കസ്റ്റമേഴ്സിന് വന്നിട്ട് അവിടെ സൈറ്റിൽ കൊടുക്കും. അവർ കസ്റ്റമേഴ്സ് വന്നിട്ട് അവിടെ ക്യൂർ ചെയ്തിട്ട് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സൈറ്റിൽ തന്നെ
മെഷീൻ ഉണ്ടാവും, ഇതുപോലത്തെ മെഷീൻ അവിടെ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൈറ്റിൽ നിന്ന് കുറച്ച് ക്യൂബ് ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ. ഈ രീതിയിലാണ് ഇതുപോലുള്ള റെഡിമിക്സ് കൊണ്ടുള്ള കോൺക്രീറ്റിംഗ് സിസ്റ്റം. അതിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതിന് വേണ്ട ഒരുപാട് മെഷീനറികൾ വർക്ക് ചെയ്ത് അതിലുപരി ഒരുപാട് ടെക്നീഷ്യന്മാർ വർക്ക് ചെയ്തിട്ടാണ് നമ്മളെ വീട്ടിലാണെങ്കിലും ബിൽഡിങ്ങുകളുടെയൊക്കെ കോൺക്രീറ്റുകൾ നടക്കുന്നത്. അപ്പോൾ അത് ക്വാളിറ്റി ഇല്ലാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സാധാരണക്കാർക്ക് ഉൾപ്പെടെ ഇത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കഷ്ടപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഈ വെയിലത്ത് നിന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള സൈറ്റുകളിൽ വന്ന് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ സാറിൻ്റെ ഒക്കെ വിലപ്പെട്ട സമയം നമുക്ക് അതിനു വേണ്ടി കൂടി ചിലവഴിച്ച് തന്നതിന് വളരെ നന്ദി. ഇതുപോലുള്ള കമ്പനികളിൽ കയറിയിട്ട് ഇനിയും ഇതുപോലുള്ള ടെസ്റ്റുകളും നിങ്ങൾക്കുള്ള സംശയങ്ങളും നമ്മൾ തീർത്തു തരും. വീടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ടിപ്സുകളും നമ്മുടെ പേജിലും ചാനലൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ വരണമല്ലോ. അപ്പോൾ ഒരു ടാറ്റ കൊടുത്താലോ നമ്മളെ വ്യൂവേഴ്സിന്. ബൈ, താങ്ക് യു.